പുതിയ പാർട്ടി രൂപീകരിക്കാൻ ജനതാദൾ എസ് ദേവഗൌഡയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാണ് പുതിയ പാർട്ടി. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടി നവംബർ 2-നാണ് പ്രഖ്യാപിക്കുക. വി അരുൺ ചേരുന്നു. അരുണ്, ഏറെ നാളായി LDFൽ ഇവരനുഭവിക്കുന്ന ജനതാദൾ എസ് അനുഭവിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് ഘടകകക്ഷികളുടെ കൂട്ടത്തിൽ. ഇപ്പോൾ അത് പരിഹരിക്കാതെ ലക്ഷ്യം ദീർഘനാളായി ആലോചനയിലുണ്ട്. ഇപ്പോൾ എന്താണ് പുതിയ തീരുമാനം? ഇത് വലിയൊരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധി കൂടിയാണ് കേരളത്തിലെ ജനതാദൾ എസ് ഇപ്പോൾ ഇടതുമുന്നണിക്കൊപ്പമുള്ള പിണറായി മന്ത്രിസഭയിൽ അംഗമായ ജനതാദൾ എസ് നേരിട്ടിരുന്നത്. സംസ്ഥാനത്ത് CPM നയിക്കുന്ന ഇടതുമുന്നണിക്കൊപ്പം കേന്ദ്രത്തിലും കർണാടകത്തിലുമൊക്കെ BJPക്കൊപ്പം ദേവഗൌഡയും മകനുമൊക്കെ കുമാരസ്വാമിയുമൊക്കെ BJPക്കൊപ്പം ചേരാൻ തീരുമാനിച്ചതോടുകൂടിയാണ് ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന ജനതാ പാർട്ടി പോയത്. വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. CPMന്റെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഒരു തെളിവായി കൂടി ഇത് മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി കേന്ദ്രത്തിൽ BJPക്കൊപ്പം അതുപോലെ സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നതിനെ പ്രതിപക്ഷവുമൊക്കെ പരിഹസിച്ചു, വിമർശിച്ചു. ഏതായാലും അവർ പുതിയ പാർട്ടി രൂപീകരിക്കാനോ ലയിക്കാനോ ഒക്കെ പല ആലോചനകൾ നടന്നിരുന്നു. ഇപ്പോൾ ഒരു പുതിയ പാർട്ടി തീരുമാനത്തിലേക്ക് തന്നെ ജനതാദൾ എസ് എത്തുകയാണ്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. നവംബർ 2-ാം തീയതി പാർട്ടി പ്രഖ്യാപനം, ലയന സമ്മേളനം എറണാകുളത്തടക്കം. ഇന്നലെ ചേർന്ന ജനതാദൾ എസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിയത്. ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നത് പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതാ പാർട്ടിയുമായി ലയിക്കുന്നതിനുമൊക്കെ ഉണ്ടായിരുന്ന തടസ്സം 2 MLAമാർ മാത്യു ടി തോമസും അതുപോലെ തന്നെ K കൃഷ്ണൻകുട്ടിയും രണ്ടുപേരും ജനതാദൾ എസിന്റെ ദേവഗൌഡയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചവരാണ്. മറ്റു പാർട്ടിയിലേക്ക് പോവുകയോ ലയിക്കുകയോ ചെയ്താൽ അവരെ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ അവർ ഉൾപ്പെടുമായിരുന്നു. ആ പ്രതിസന്ധിയാണ് അവരെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാക്കിയത്. ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിച്ചാലും ഈ 2 നേതാക്കളും അതിന്റെ തലപ്പത്തേക്ക് നേതൃതലത്തേക്ക് വരില്ല. പകരം അവർ മാറി നിൽക്കും. ഇപ്പോൾ പാർട്ടി രജിസ്റ്റർ ചെയ്ത ആൾ തന്നെയാകും പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ്. പിന്നീട് ഈ സർക്കാരിന്റെ നിയമസഭയുടെ കാലാവധി അവസാന ശേഷം മാത്യു ടി തോമസ്, നിലവിലെ പ്രസിഡന്റ് കൂടിയായ മാത്യു ടി തോമസ് ഈ പുതിയ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന തരത്തിലാണ് ആലോചനകൾ നടക്കുന്നത്. കൂടുതൽ ആളുകളെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഈ പാർട്ടിയിലുള്ള ഭാരവാഹികൾക്കൊക്കെ അതേ സ്ഥാനം തന്നെ നൽകാനും ആലോചനയുണ്ട്. പാർട്ടിക്ക് പുതിയ ചിഹ്നവും അനുവദിച്ചതും അവസാന ഘട്ടത്തിലാണ്. ചക്രത്തിനുള്ളിൽ ഒരു ഇലയാണ് ഈ പുതിയ പാർട്ടി ജനതാ പാർട്ടി ചിഹ്നമായി പ്രതീക്ഷിക്കുന്നത്. മുകളിൽ പച്ചയും താഴെ വെള്ളയുമായി പാർട്ടി പുതിയ പതാകയ്ക്ക് വേണ്ടിയും അപേക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവസാന ഘട്ടത്തിലാണ് നേതാക്കൾ പറയുന്നത്. 2-ാം തീയതി എറണാകുളത്ത് ലയന സമ്മേളനം നടക്കുകയും പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. അതാണ് സാഹചര്യം. ഏതായാലും പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കാൻ ജനതാദൾ എസ് തീരുമാനിക്കുന്നു. ദേവഗൌഡയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനും ദേശീയതലത്തിൽ അത്തരത്തിലുള്ള ബന്ധം ഉപേക്ഷിക്കാനും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്.